പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം, അതിന്റെ 5, 6, 7, 8 വാക്യങ്ങൾ. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. യഹോവ അവനെ മോവാബ് ദേശത്ത് ബേത്പേയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് ഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ അനവധി ദൈവഭക്തന്മാരെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശയെക്കുറിച്ച് നാം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ മോശയെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സംസാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് തന്ന നിയോഗമാണ് മോശയുടെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തെക്കുറിച്ചും അവന്റെ മരണത്തെക്കുറിച്ചും ആമേൻ ഒന്ന് ചിന്തിക്കുവാൻ കാരണമായത്. ഹല്ലേലൂയ. അതിന് കാരണവുമുണ്ട്. മോശയെപ്പോലെ തന്നെ നമ്മളും ഈ ഭൂമിയിൽ ജനിച്ചവരാണ്, ജീവിക്കുന്നവരാണ്, ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നവരാണ്. മോശയ്ക്ക് ലഭിച്ചതുപോലെ തന്നെ ഒരു മരണം നമുക്ക് ലഭിക്കും. സ്തോത്രം. അപ്പൊ മോശ മരിച്ച മരണത്തിന്റെ പ്രത്യേകതയും നമ്മുടെ മരണവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കണം. പ്രൈസ് ലോർഡ്. മോശയുടെ മരണം വളരെ പ്രശസ്തമായതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മോശ ഭൂമിയിലുള്ള സകലരെക്കാട്ടിലും വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല അവൻ അതിസൗമ്യനായിരുന്നു. പ്രൈസ് ലോർഡ്. ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു. ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടവനാ. അതുകൊണ്ട് തന്നെ മോശയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യഹോവയുടെ ദാസനായിരിക്കുന്ന മോശ എന്നാണ്. പ്രൈസ് ലോർഡ്. അതൊരു നല്ല സാക്ഷ്യമാണ്. യഹോവയുടെ ദാസനായിരിക്കുന്ന മോശ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദാസൻ എന്ന് വിളിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ദാസൻ എന്നുള്ള പേരൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. എല്ലാവരെയും റവറന്റും ഡോക്ടറും ഒക്കെ ചേർത്ത് അല്ലെ അച്ചായ, പപ്പ, ഡാഡി, അത് പപ്പയും ഡാഡി അല്ലെങ്കിൽ പോലും അങ്ങനെ വിളിക്കുന്ന പലർക്കും ഇഷ്ടം. ഹല്ലേലൂയ. മോശ ഇതൊന്നും അവകാശപ്പെടുന്നില്ല. മോശയെക്കുറിച്ച് രേഖപ്പെടുന്ന യഹോവയുടെ ദാസനായ മോശ. അപ്പൊ അവിടെ തന്നെ മോശയുടെ സൗമ്യത നമുക്കറിയാം എത്ര വലുതാണെന്ന്. ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായി മാറണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായി മാറുന്നവനാണ് അവന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ശിഷ്യത്വം എന്ന് പറയുന്നത് വില കൊടുത്തതാണ്. ഹല്ലേലൂയ. ആ ശിഷ്യത്വം വില കൊടുത്ത് കർത്താവ് നമുക്ക് തരുമ്പോൾ ഇതുവരെ ക്രൂശിൽ വില കൊടുത്താണ് നമുക്ക് ശിഷ്യത്വം വാങ്ങി തരുന്നത്. അപ്പൊ നമ്മൾ ദൈവസന്നിധി ദാസനായി നിന്ന ശിഷ്യത്വത്തിന്റെ പങ്കാളികളായി മുന്നോട്ട് പോകണം. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാ, ശിഷ്യന്മാരാ. അവർ ദൈവസന്നിധി ദാസന്മാരായിരുന്നു. അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരാണ്, വളരെ വില കൊടുത്തവരാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അവരുടെ പേരും പ്രശസ്തിയെല്ലാം സാക്ഷ്യമില്ല ഇന്ന് നിലനിൽക്കുക. കണ്ട, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നാം ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനമാണ് മോശയെക്കുറിച്ച്. യഹോവയുടെ ദാസനായ മോശയെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നമുക്ക് ദൈവത്തിന് താഴ്ത്തി കൊടുത്തെങ്കിൽ, ഒന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കും. പ്രൈസ് ലോർഡ്. ഇപ്പൊ ഇവിടെ മോശ എന്ന ഭക്തന്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 34:1 അവൻ പിസ്ക കൊടുമുടിയിലേക്ക് കയറി പോകുമ്പോൾ അത് തന്റെ അവസാനത്തെ മലകയറ്റമാണെന്ന് അവന് മനസ്സിലായി. അപ്പൊ ദൈവം എല്ലാം മോശയ്ക്ക് മുന്നമേൽ വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് താൻ പിസ്ക മലമുകളിലേക്ക് കയറുമ്പോൾ ഇത് തന്റെ അവസാനത്തെ മലകയറ്റമാണെന്നുള്ള ചിന്ത മോശയ്ക്ക് തിരിച്ചറിവ് വന്നു. ഹല്ലേലൂയ. കണ്ണെത്താത്ത ദൂരത്തിൽ ഇസ്രായേൽ മക്കൾ കൂടാരമടിച്ച് കിടക്കുന്നത് ഹല്ലേലൂയ അവനെ ചിന്താതീതനാക്കി. അവൻ പറഞ്ഞു കാണും,
എന്റെ ദൈവം സകലത്തിനും മതിയായവനാണ്. അപ്പം പിസ്ഗാ മലമുകളിൽ കയറി ഇസ്രായേലിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മോശയുടെ കണ്ണെത്താ ദൂരത്തിൽ ഇസ്രായേൽ മക്കൾ അതിവിശാലമായി പെരുകിക്കിടക്കുകയാണ്. താനത് കണ്ട് സന്തോഷിച്ചു, ആത്മാവിൽ ആനന്ദിച്ച് കാണും. എന്നിട്ട് പറഞ്ഞു, എന്റെ ദൈവ സകലത്തിനും മതിയായവൻ, എന്റെ ദൈവ സകലത്തിന് ശക്തനാണ്. അതെ, തന്റെ പ്രവർത്തനവും തന്റെ സാക്ഷി ജീവിതവും കർത്താവിന് വേണ്ടി നിന്നതും അവസാനം തന്റെ മരണസമയത്ത് ഇസ്രായേൽ മക്കളെ മുഴുവൻ കാണുവാനുള്ള ആ വലിയ അനുഭവങ്ങളും ഒക്കെ മോശയുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നമ്മൾ ശുശ്രൂഷയിലൊക്കെ മുന്നേറി ചെല്ലുമ്പോൾ മോശയെപ്പോലെ നമ്മുടെ മരണസമയമായി വരുമ്പോൾ നമുക്കും നാം ചെയ്ത പ്രവർത്തനങ്ങളെ ഓർത്ത്, നമ്മുടെ ശുശ്രൂഷയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. അവരെക്കുറിച്ച് നമുക്ക് സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം, മോശയെപ്പോലെ. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. ഒന്ന്, മോശ പിസ്ഗാ മലമുകളിൽ കയറി ദൈവത്തിന്റെ മഹത്വം, ഇസ്രായേൽ മക്കളുടെ വിശാലത കണ്ടു. രണ്ട്, ഹല്ലേലൂയ, മലമുകളിൽ ദൈവം മോശയോട് വളരെയേറെ സംസാരിച്ചു കാണും. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മോശ മലമുകളിൽ കയറി പോകുന്നതും പർവ്വതത്തിൽ കയറുന്നു, അവിടെ എല്ലാം വെച്ച് ദൈവം സംസാരിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ മലമുകളിൽ വെച്ച് മോശയോട് ദൈവം അതിവിശാലമായി സംസാരിച്ചു. നിന്റെ ജോലി ഇവിടെ തീർന്നു. നീ കാണാൻ പോകുന്ന ദേശം, നീ ആഗ്രഹിച്ച ദേശം നിന്റെ കൺകുളിർക്ക് കണ്ടുകൊള്ളുക. അത് കണ്ട ശേഷം ദൈവം അവന് കൊടുത്ത ജീവൻ തിരിച്ചെടുത്തു. അപ്പൊ പിസ്ഗാ മലമുകളിൽ കൊണ്ടുപോയിട്ട് മോശയെ ആമി കടന്നു പോകാനുള്ള കാനാൻ ദേശത്തെ കാണിച്ചിട്ടല്ലേലൂയ, സ്തോത്രം. മോശയോട് നിന്റെ കൺകുളിർക്ക് അത് കാണുവാൻ പറഞ്ഞു. നിന്റെ കൺകുളിർക്ക് അത് കാണുക, സ്തോത്രം. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, നീ അതിൽ പ്രവേശിക്കത്തില്ല. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ആവർത്തന പുസ്തകം 32-ാം അധ്യായം, അല്ലേ സ്തോത്രം, അതിന്റെ 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം. നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന ദേശത്ത് നീ കടക്കുകയില്ല. അത് ദൈവം നേരത്തെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ചരിത്ര പശ്ചാത്തല ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് മോശ ഇസ്രായേലിനെ കൺകുളിർക്ക കണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയും കണ്ട് ഹല്ലേലൂയ ദൈവത്തിന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ ശുശ്രൂഷയുടെ പര്യവസാന കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ കൽപ്പനപ്രകാരം മോശ സ്വയം വിധേയപ്പെട്ട് താഴ്മയുള്ളവനായി, സൗമ്യതയുള്ളവനായി ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവന് കൊടുത്ത ജീവൻ, ദൈവം മോശയ്ക്ക് കൊടുത്ത ജീവൻ ദൈവം തന്നെ തിരിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവ് ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് ദൈവത്തിൻ്റെതാ. ഈ ശ്വാസം ദൈവത്തിൻ്റെതാ. ഈ ശ്വാസം ദൈവം തന്നെയാണ് തിരിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ ശ്വാസം, ഈ ജീവനെ തിരിച്ചെടുക്കുവാനുള്ള അധികാരം കർത്താവിനുള്ളതാണ്. അത് നമ്മളായിട്ട് നശിപ്പിച്ച് കളയരുത്. ഞാൻ ഈ ദൈവവചനം വായിക്കുമ്പോൾ മോശയെക്കുറിച്ചുള്ള ചരിത്ര ഭാഗങ്ങൾ വായിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ സുലഭമായിട്ട് കാണാനും പഠിക്കാനും കഴിയും. നിങ്ങൾ മോശയുടെ ജീവിത ചരിത്രവും മോശയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങളൊക്കെ അതിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണത് വീണ്ടും ഓർപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യേശു വരാൻ സമയമായതുകൊണ്ട് നമുക്ക് മോശയെപ്പോലെ നല്ലൊരു മരണം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. മോശയെപ്പോലെ നല്ലൊരു ജീവിതം കിട്ടണം. മോശയെപ്പോലെ നല്ലൊരു ശുശ്രൂഷ കിട്ടണം. കർത്താവിന് വേണ്ടി കഠിനമായി ജോലി ചെയ്യുവാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയായി മാറാൻ ദൈവം നമുക്ക് നൽകുന്ന പ്രേരണയാണ് വീണ്ടും ഈ ഭക്തനെ കുറിച്ച് സംസാരിക്കാൻ കാരണമായത്. മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആവർത്തന പുസ്തകം 34-ന്റെ 5-8 ഭാഗങ്ങൾ നമ്മൾ വായിച്ചതാണ്. ന്യായപ്രമാണദാതാവും മാനുഷികമായി ഒരു അതുല്യ പ്രതിഭയുമായ മോശയുടെ മരണത്തെക്കുറിച്ച് 4 വാക്യമേ ഇവിടെ പറയുന്നുള്ളൂ. ദൈവശക്തമായിട്ട് ഉപയോഗിച്ച ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട യഹോവയുടെ ദാസനായിരിക്കുന്ന മോശയുടെ മരണവിവരത്തെക്കുറിച്ച് വെറും 4 വാക്യങ്ങൾ കൊണ്ട് അവിടെ തീർത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിഷയം തന്നെ യൂദയുടെ പുസ്തകം 9-ാം വാക്യത്തിൽ
ഇങ്ങനെ പറയുന്നു, എന്നാൽ പ്രധാന ദൂതനായ മീകായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ എന്ന് അവിടെ കാണാൻ കഴിയും. അപ്പൊ മോശയെ സംസ്കരിച്ച സ്ഥലം പോലും ലോകരുടെ ദൃഷ്ടിയിൽ ഇന്നും ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അനേക ഭക്തന്മാർ വേദപുസ്തകത്തിലുണ്ട്. അവരെല്ലാം കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട് ശുശ്രൂഷ ചെയ്തവരാണ്. അവരുടെ എല്ലാം മരണസ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ മോശയുടെ മരണവും മോശയെ സംസ്കരിച്ച സ്ഥലത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരു വ്യക്തിക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം മോശയുടെ ശരീരം മറച്ചു വെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. ആ ചോദ്യം വളരെ പ്രശസ്തമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്നത്തെ ലോകം ഹല്ലേലൂയ മോശയുടെ ശവശരീരവും ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുവാൻ, മോശയുടെ പേരിൽ അനവധി പള്ളികൾ ഉണ്ടാക്കാതിരിക്കുവാൻ, മോശയുടെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്താതിരിക്കുവാൻ, മോശയെ ദൈവമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദൈവം മോശയുടെ മരിച്ച സ്ഥലവും മോശയുടെ മരണവും മോശയുടെ സംസ്കാരവും മോശയെ സംസ്കരിച്ച സ്ഥലങ്ങളെല്ലാം ദൈവം മറച്ചു വെച്ചു. കാര്യം വേദപുസ്തകത്തിൽ അനവധി വിശുദ്ധന്മാരും പുണ്യവാന്മാരും ഉണ്ട്. അവരുടെ എല്ലാം പേര് പള്ളിയുമുണ്ട്. അവരുടെ പേര് പറഞ്ഞ് ഭയങ്കര പിരിവുക. ഒരു കണക്ക് പറഞ്ഞ മോശയുടെ മോശയെ അടക്കിയ സ്ഥലം കണ്ടിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ലക്ഷക്കണക്കിന് പള്ളികൾ പെരുകി എന്തുമാത്രം ചൂഷണങ്ങൾ നടന്നേനെ. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു തിരിച്ചറിവാണ്. ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ച, ദൈവം വിളിച്ചു വേർതിരിച്ച, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്താതിരിക്കാൻ വേണ്ടി, അവരെ ദൈവങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ, അവർ ദൈവങ്ങളായി അവരെ അവരോധിക്കാതിരിക്കുവാൻ, അവരെ ദൈവങ്ങളായി ഉയർത്തി ദൈവനാമത്തെ ദുഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോശയുടെ ഹല്ലേലൂയ ശരീരം മറച്ചു വെച്ചത്. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന് അത് കാണുവാനുള്ള കണ്ണില്ല. അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ പരിതാപകരമല്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, സർവ്വസൈന്യാധിപനായിരിക്കുന്ന, സർവ്വസൃഷ്ടവുമായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, സർവശക്തിയുള്ള, സർവജ്ഞാനിയായ, സകലത്തെ അടക്കി ഭരിക്കുന്ന, ഈ അണ്ടകടാകങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യമുള്ളവനും ആരും കാണാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ വേറൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയണം. അല്ലാതെ വിശുദ്ധന്മാരല്ല ദൈവം, അവരല്ല ദൈവങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തെ നാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മോശയുടെ ശരീരത്തെ ദൈവം മറച്ചു വെച്ചത്. മോശയുടെ ശവശരീരത്തെ ദൈവം മറച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ ഭൗതിക അവശിഷ്ടം ലോകം മുഴുവൻ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് ധനസമ്പാദനത്തിലുള്ള മാർഗമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനെ ചെയ്തത്. നമ്മൾ വിചാരിക്കുന്നതിലും അത്യന്തം ഉന്നതമായ പദവിയിൽ ദൈവം മോശയെ അടക്കി. ഹല്ലേലൂയ. മോശയുടെ മരണസമയത്തും മോശയുടെ സംസ്കാര സമയത്തും ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് അടക്കിയത്, എങ്ങനെയാണ് അതിന്റെ സംസ്കാര ശുശ്രൂഷ നടന്നതെന്നൊന്നും നമ്മുടെ ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഇന്ന് നമ്മൾ കണ്ടതിനേക്കാളും ശ്രേഷ്ഠമായ നിലയിലാണ് മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ യഹോവയായി ദൈവം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പം മോശയുടെ സംസ്കാര സമയത്ത്, ശുശ്രൂഷ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രധാന കാർമ്മികത്വത്തിലും സ്വർലോക സേനയുടെ സർവ്വ സൈനാധിപനായിരിക്കുന്ന മീകായേലിന്റെയും മറ്റു സ്വർഗീയ ദൂതഗണത്തിന്റെയും സാന്നിധ്യത്തിലുമാണ് ആ ശുശ്രൂഷ നിർവഹിച്ചത്. രക്തം ചെയ്യും. നമുക്ക് എത്ര സന്തോഷിപ്പാൻ കഴിയുമല്ലേ? ഹല്ലേലൂയ. അപ്പൊ മീകായേലിനോട് പിശാച് തർക്കിച്ചത് എന്തായിരിക്കും? ഒരുപക്ഷെ മോശ മിസ്രൈമിൽ വെച്ച് ഒരുവനെ അടിച്ചു കൊന്നു കുലപാതകനായി തീർന്നതിനാൽ കുലപാതകനായവന്റെ ശരീരം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പിശാച് വാദിച്ചു കാണും. ഹല്ലേലൂയ.
മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിച്ചത്, മോശ പണ്ട് മിസ്രൈമിലായിരുന്നപ്പോൾ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. മിസ്രൈമിനെ അടിച്ചു കൊന്നുകൊണ്ട് അവൻ കുലപാതകിയാണ്. അതുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ അവകാശം സാത്താനാണെന്നാണ് അല്ലേലിയ സാത്താൻ അല്ലേലിയ പറയുന്നത്. അല്ലേലിയ മീഖായേലിനോട് പറയുക. അവിടെ പറഞ്ഞ് നിന്നെ ദൈവം ഭത്സിക്കട്ടെ എന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് നാം തിരിച്ചറിയണം. നാം അറിയാതെയും മറ്റൊരുവനെ കൊല ചെയ്യുമ്പോൾ, അത് അറിഞ്ഞുകൊണ്ട് കൊല ചെയ്താലും കയ്യബദ്ധത്തിൽ വന്നാലും അബദ്ധത്തിൽ സംഭവിച്ചാലും ആ വ്യക്തി കുലപാതകനായിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിന്മേൽ പിശാചിന് അവകാശം. അതുകൊണ്ടാണ് മോശയുടെ ശരീരത്തിന്മേൽ പിശാചി വന്ന അവകാശം പറയുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഈ സോദരം ഇവിടെ അല്ലെങ്കിൽ ഈ പിശാചിത് പറഞ്ഞപ്പം അല്ലെങ്കിൽ ഇവിടെ മീഖായേല് തർക്കവാദങ്ങൾക്കൊന്നും നിൽക്കാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ, ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ, പിശാച് മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ സർവ്വസൈന്യാധിപനായിരിക്കുന്ന മീഖായേൽ അതിനെക്കുറിച്ച് മറുപടിയൊന്നും പറയാതെ വാദിച്ച് തർക്കം കളയാതെ, ഇന്നത്തെ ആളുകളായിരുന്നെങ്കിൽ വളരെ തർക്കിച്ച് വാദിച്ച് അത് കുളവാക്കും. അല്ലേ, ഞാൻ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞത്. അങ്ങനെയൊന്നും ചെയ്യാതെ മീഖായേലിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ചെയ്ത് പൂർത്തീകരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായി ചെയ്ത് തീർക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. മോശയുടെ ശവശരീരത്തെ അടക്കുവാൻ ദൈവം സർവ്വസൈന്യാധിപനായിരിക്കുന്ന മീഖായേലിന്റെ ദൂതന്മാർക്കും അനുവാദം അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയുടെ കാർമ്മികത്വം മുഴുവൻ യഹോവയായി ദൈവം ഏറ്റെടുത്ത ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു വാദപ്രതിവാദം, അവിടെ ഒരു പ്രസവം നടക്കാതെ അതവിടെ സന്തോഷത്തോടെ ചെയ്യുക ചെയ്തത്. ഇന്നത്തെ ശവടക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വെല്ലുവിളികളും, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ വീണ്ടും കീറാൻ പോകുന്നതും മുറിക്കാൻ പോകുന്നതും എന്ന് വേണ്ട എന്തെല്ലാം തന്ത്രങ്ങളാണ് നടക്കുന്നത്. നമുക്ക് വലിയൊരു മാതൃകയാണ് മോശയുടെ ശവശരീരവും മോശയുടെ സംസ്കാര ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിലുള്ള ജനത്തിന് വലിയൊരു മാതൃക ദൈവം വെച്ചിരിക്കുകയാണ്. വളരെ സൗമ്യതയിലും താഴ്മയിലും വിനയത്തിലും ദൈവഭയത്തിലും ദൈവ സാന്നിധ്യത്തിൽ ശുശ്രൂഷയുടെ മുന്നിൽ യേശുക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് കോടാനുകൂടി ദൂതന്മാരും ഗരുവുകളും സഹാബുകളും വിശുദ്ധന്മാരും അടങ്ങുന്ന സർവ്വ സംഘത്തിന്റെ മുമ്പിൽ, സൈന്യത്തിന്റെ മുമ്പിൽ അല്ലേലൂയ നമ്മൾ ഇവിടെ മരണ ശുശ്രൂഷ, വിശുദ്ധന്മാരുടെ മരണ ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ചെയ്യും അതിന് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മരണ ശുശ്രൂഷകളും എത്ര അനുഗ്രഹമായിരിക്കും. അതിനകത്ത് ദൈവനാമം മഹത്വം എടുക്കും. അല്ലേലൂയ. ഇപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, മോശയ്ക്ക് ദൈവം കൊടുത്ത ജീവൻ തിരികെ എടുത്തുകൊണ്ട് അവന്റെ ശരീരം അപ്പോൾ തന്നെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ലയിപ്പിക്കുന്നതായിരിക്കാം ദൈവം ചെയ്തത്. ഇതോടെ മോശയ്ക്ക് കൊടുത്ത ജീവൻ അല്ലേലിയ, അതിനെ ദൈവം എടുത്ത് ഒട്ടും താമസിക്കാതെ, അല്പം പോലും വെച്ചുകൊണ്ടിരിക്കാതെ ആ ശവശരീരത്തെ മണ്ണിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അത് മണ്ണിൽ ലയിച്ചു തരത്തക്കവണ്ണം അല്ലേലിയ ആ ശുശ്രൂഷയെ അവിടെ പര്യവസാനിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നമുക്ക് തന്നിരിക്കുന്ന ജീവൻ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ ശക്തി, നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ ദൈവം എടുക്കാൻ സമയമായി എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. നാം എത്രയും പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ചു ചേരുവാൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ മോശയെ പോലെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നതാണ്. രക്തം ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മോശയെ പോലെ ശക്തമായി നിൽക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ദൈവം ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിച്ചു. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ രക്തം ചെയ്യാം. നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. നിങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും. മനുഷ്യ ചരിത്രത്തിൽ ദൈവം പങ്കെടുത്ത ആദ്യത്തേതും അവസാനത്തേതുമായ സംസ്കാര ശുശ്രൂഷയായിരുന്നു മോശയുടേത്. രക്തം ചെയ്യും. ഇന്നുവരെ അതിനുശേഷം ഒരു ശുശ്രൂഷ നടന്നിട്ടില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ.
അപ്പം വെളിപ്പാട് പുസ്തകം 15:3 അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിയെന്ന് പറയുന്നു. മോശയുടെ പാട്ടെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 15:1 തൊട്ട് 18 വരെ പാടിയ പാട്ടായിരിക്കുമെന്നും ആവർത്തന പുസ്തകം 31:30 32 1 മുതൽ 43 വാക്യങ്ങളിലെ പാട്ടായിരിക്കാമെന്ന് പല എഴുത്തുകാരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന് വചനമായ കുഞ്ഞാടിന്റെ പാട്ട് മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ 26:30 കർത്താവ് പാടിയ ആ പാട്ട് 118 സങ്കീർത്തനമാണെന്ന് ചിലര് വാദിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ പാട്ട് പ്രതികാരത്തിന്റെയും ശിക്ഷയുടെയും പാട്ടായിരുന്നെങ്കിൽ കുഞ്ഞാടിന്റെ പാട്ട് എന്നത് കൃപയുടെ പാട്ടാണ്. മോശയുടെ പാട്ട് പ്രതികാരത്തിന്റെ ശിക്ഷയുടെ നടുവില് അവർ ദൈവം കൊടുത്ത വിടുതലും വിജയം ഓർത്ത് പാടിയതാണ്. എന്നാൽ മത്തായിയുടെ വിഷയത്തിൽ കുഞ്ഞാടിന്റെ പാട്ടെന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയുടെ പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃപയുടെ പാട്ടുകൾ പാടുവാൻ, കൃപയുടെ പാട്ടുകൾ എഴുതുവാൻ, കൃപയുടെ പാട്ടുകൾ നിന്നിൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസനാണ്. നിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്നെ കേൾക്കുന്ന പാപികളായിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആ പാട്ടിന്റെ ഈരടികൾ കടന്നു ചെന്ന് അവന്റെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് ഹല്ലേലൂയ അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ട് ഇന്നത്തെ പാട്ടുകളൊക്കെ കൃപയുടെ പാട്ടുകളായി മാറണം. പ്രൈസ് ദി ലോർഡ്. പണ്ട് പിതാക്കന്മാരൊക്കെ എഴുതിയിരുന്ന പാട്ടുകൾ, അവർ രചിച്ച പാട്ടുകളൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരു പാട്ടിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ദൈവവചനത്തിലെ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ദൈവവചനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു പാട്ടുകൾ. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ പാട്ടുകൾക്കകത്ത് ദൈവസാന്നിധ്യമില്ല, ദൈവവചനവുമില്ല, കൃപയുമില്ല, അഭിഷേകവുമില്ല. പാട്ടുകൾ എഴുതി പണമുണ്ടാക്കലായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മത്തായിയുടെ വിഷയത്തിലാണ് കുഞ്ഞാടിന്റെ പാട്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് കൃപയുടെ പാട്ടാണ്. മോശയുടെ പാട്ടെന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രതികാരത്തിന്റെ ശിക്ഷയുടെയും പാട്ടുകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11:3 തൊട്ട് 13 വരെ വാക്യങ്ങൾ മോശയും ഏലിയാവും മഹാകഷ്ടകാലത്ത് ഇസ്രായേലിന്റെ മധ്യത്തിൽ നിർവഹിക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് വിവരിക്കുന്നു. ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തെ അടിമ വീടായി മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നടത്തിയ മോശ അവരുടെ ഉദ്ധാരണത്തിനായി വീണ്ടും കനാനിൽ വരുന്നു. സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം പുറജാതികൾ വെളിച്ചം കൊടുക്കേണ്ടത് സാധനമാണ്. ഈ മോശയുടെ ശുശ്രൂഷ വീണ്ടും നടക്കാൻ പോകുന്നു എന്നാണ്. സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമായി അല്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന്. ആ കാലഘട്ടത്തിൽ ഇരുളിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചം പകരേണ്ട ഇസ്രായേൽ ആയിരിക്കുമെന്ന് വേദപഠിതാക്കൾ രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ജനത്തിന് വെളിച്ചമായിരിക്കാൻ അയക്കപ്പെടുന്നവരാണ് മോശയും ഏലിയാവും. ഹല്ലേലൂയ. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 ഓരോ ഗോത്രം 12,000 പേരെ വീതം 144,000 പേരെ ദൈവത്തിനായി മുദ്രയിട്ട ശേഷം ശത്രുക്കളാർ അവർ കൊല്ലപ്പെടുമെന്നും മുമ്പ് എടുക്കപ്പെട്ട ഏലിയാവും മോശയും ഇപ്പോൾ സ്വാഭാവിക മരണം അനുഭവിച്ച ആരുമില്ലാത്തവരായി വഴിയിൽ 3 ദിവസം കിടക്കുമെന്നും ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ ഓരോ ഗോത്രങ്ങളും 12,000 പേരെ തെരഞ്ഞെടുത്തു എന്ന് കാണുന്നത് അല്ലെങ്കിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷമായി മോശയുടെയും ഏലിയാവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും രക്ഷയിലേക്ക് കടന്നു വരുന്നവരെ, ഓരോ ഗോത്രത്തിനുള്ളവരെ ആമേൻ അവരെ മുദ്രയിടുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ ഗോത്രത്തിൽ 12,000 പേരെ തെരഞ്ഞെടുത്ത് അങ്ങനെ 144,000 പേരെന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. അല്ലാതെ ചില ആളുകൾ പറഞ്ഞ് ഞങ്ങളാണ് ഈ 144,000 എന്ന് പറഞ്ഞ് വാദിച്ച് ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടർ ഇന്ന് ഭൂമിയിലുണ്ട്. ഈ 144,000 ഞങ്ങളാണ്, അത് ഞങ്ങളുടെ സഭയാണ്, ഞങ്ങളുടെ സംഘടനയാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. അത് പൊട്ടത്തെറ്റാണ് കേട്ടോ, വ്യാജ ഉപദേശമാണ്. വേദപുസ്തകം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം വായിക്കുന്നത് ഒരു പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയെ വിളിച്ചു.
മോശയുടെ പ്രധാന ശുശ്രൂഷകളെല്ലാം പർവ്വതത്തിൽ വെച്ചായിരുന്നു. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും അവിടെ വെച്ച് എഴുതിയതെന്ന് കരുതാം. ഒരു മലയിൽ വെച്ച് തന്നെ തന്റെ മരണവും സംഭവിച്ചു. അപ്പൊ മോശയുടെ എഴുത്തുകളും മോശയുടെ ശുശ്രൂഷകളും എല്ലാം മലകളിൽ വെച്ചായിരുന്നു. മോശയുടെ ശുശ്രൂഷയുടെ പര്യവസാനവും തന്റെ മരണവും അല്ലെങ്കിൽ ഒരു മലയിൽ വെച്ചാണ്. പ്രൈസ്. നിങ്ങൾ ഈ മോശയുടെ വേദഭാഗം എടുത്ത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാന പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ വേദപഠിതാക്കൾ രേഖപ്പെടുത്തി. ആ ഭാഗം നിങ്ങൾ ശരിയായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മോശയുടെ ഉള്ളിലെ സൗമ്യതയും മോശത്തെ ഉപയോഗിച്ചതും ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും, വ്യക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവസന്നിധി നമ്മെ എത്രമാത്രം കീഴ്പ്പെടുത്തി നമ്മെ താഴ്ത്തി കൊടുക്കുന്നു, അത്രമാത്രം ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ട് മോശയെ പോലെ നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. മോശ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായിരിക്കുന്ന ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറൻ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ അല്ലെങ്കിൽ ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയാം, നിന്റെ കാലിലെ ചെരിപ്പഴിച്ച് കളയാം. വലിയ ദർശനമുള്ളവനായിരുന്നു. ദൈവത്തെ മുഖാമുഖമായി കണ്ടവൻ, മുഖാമുഖമായി സംസാരിച്ചവൻ. ആമേൻ. ദൈവം ശക്തമായി കരങ്ങളിൽ പ്രയോജനപ്പെടുത്തിയവൻ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം രേഖപ്പെടുത്തി യഹോവയുടെ ദാസനായിരിക്കുന്ന മോശയെന്ന് ദൈവം തന്നെ മോശയെ ശക്തമായി ഉപയോഗിച്ചതുകൊണ്ട് അവസാനം മോശയെ ദൈവം എന്ത് ചെയ്തു? പിസ്ഗാ മലമുകളിൽ കൊണ്ടുപോയി ദേശത്തെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. മോശയുടെ മരണം സംഭവിക്കുന്നു. മോശയുടെ മരണശേഷം ആ സംസ്കാര ശുശ്രൂഷ യഹോവയായ ദൈവത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, മോശയെപ്പോലെ ദർശനമുള്ളവനായി, ദൈവമായിട്ട് അടുത്ത ബന്ധമുള്ളവനായി, ദൈവത്തോട് അടുത്ത് ഇടപഴകി, ദൈവത്തോട് ചേർന്ന് വസിച്ച് ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം ചെയ്തു തീർക്കണം. രക്തം ചെയ്യും. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് തീർക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. മോശ എന്ന പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ 1 സെന്റ് ഭൂമി പോലും വാങ്ങിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരിടത്തും തനിക്ക് വലിയ സ്വത്തുക്കൾ ഉണ്ടായിരുന്നെന്നും ആഡംബരമായ ജീവിതം നയിച്ചു ഉല്ലാസ യാത്രകളിലായിരുന്നുവെന്നും മോശയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. മോശയുടെ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് പോലും മോശയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ജനസമൂഹം ദൈവത്തിന്റെ പേര് പറഞ്ഞ്, യേശു കർത്താവിന്റെ പേര് പറഞ്ഞ് പലതും വാരിക്കൂട്ടി എടുക്കുമ്പോൾ, വാരിക്കൂരി സമ്പാദിക്കുമ്പോൾ, തട്ടിപ്പറിച്ചും പിടിച്ചുപറിച്ചും ചതിവ് ചെയ്തും വ്യാജം പറഞ്ഞ് വാങ്ങിയെടുക്കുമ്പോൾ ഓർത്തോണം, നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമാണതെന്നൊക്കെ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന മോശയുടെ ശവശരീരം അടക്കിയ സ്ഥലം പോലും ദൈവം വെച്ചത് മോശയെ കൂടെ വിറ്റ് പൈസ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മോശയുടെ പേര് പറഞ്ഞും പണം ഉണ്ടാക്കിയേനെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിശീലിത ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ജനത്തിന് വെളിച്ചമായിരിക്കാൻ അയക്കപ്പെട്ടവരാണ് മോശയും ഏലിയാവും. ഓരോ ഗോത്രവും 12,000 പേരെ, അങ്ങനെ 144,000 പേരെ ദൈവത്തിനായി തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉപയോഗിച്ചു. മോശ ഉപയോഗിച്ചു. അതുകൊണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെയും സ്ഥാനമാനങ്ങളെയും സ്വന്തം ജനത്തിന് വേണ്ടി ഉപേക്ഷിച്ച് മോശ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. വേണമെങ്കിൽ മോശയ്ക്ക് മിസ്രൈമിലെ കൊട്ടാരത്തിൽ രാജകുമാരനായി ജീവിക്കാമായിരുന്നു. എന്ന സ്വന്തം ജനത്തെ കുറിച്ച് ഓർത്തപ്പോൾ മിസ്രൈമിന്റെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും, ഇവിടുത്തെ പണവും പ്രതാപവും ഉല്ലാസ ജീവിതവും രാജകുമാരനുള്ള പദവിയൊക്കെ ഉപയോഗിച്ചിട്ട് മോശ മിസ്രൈം വിട്ട് പുറത്തു വന്നു. അപ്പോൾ രാജകുമാരനായി ജീവിച്ച മോശ പിന്നീട്
ആട്ടിടയനായി മാറി. ലേലിയ ആട്ടിടയനായി മാറി. എത്ര താഴ്മയിലേക്ക് വന്നു നോക്കി. രാജകൊട്ടമരത്തിൽ സുഖലോലുപ ജീവിതം നയിച്ച് രാജകീയ ഭക്ഷണങ്ങൾ കഴിച്ച് രാജകീയ ജീവിതം നയിച്ചവൻ ഇപ്പോൾ തന്റെ അമ്മായിയപ്പനായിരിക്കുന്ന ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുക, അതും വളരെ സൗമ്യതയോടെ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മോശയെ പോലെ നീ ചെയ്യണം. ഒരുപക്ഷെ ഉന്നതാധികാര സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ. നിന്റെ ജീവിതം ഒരുപക്ഷെ വലിയ നിലയിലായിരിക്കാം. പക്ഷേ ദൈവം നിന്നെ ഒരു സ്ഥാനത്ത് നിയമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി മഹത്തേറി ശുശ്രൂഷ ചെയ്യുവാൻ മോശ നമുക്കൊരു മാതൃകയാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ സ്തോത്രം വലിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മോശ മരിച്ചു. ലേലിയ. അല്ലേലിയ. മോശയുടെ ശവശരീരത്തെ പിരമിഡിൽ വെക്കാതെ, പിരമിഡിൽ വിശ്രമത്തിന് വേണ്ടി വെക്കാതെ, അല്ലേലിയ, സ്തോത്രം, ദൈവം അവനെ സംസ്കരിച്ചു എന്നുള്ളതാണ്. അനവധി മിസ്രൈമിൽ മരിച്ചു കഴിഞ്ഞവരുടെ ശവശരീരം പിരമിഡുകൾക്കകത്ത് വെച്ച്, അല്ലേലിയ, സ്തോത്രം, പിരമിഡുകളിൽ അവർ വിശ്രാമം പ്രാപിക്കുമ്പോൾ മോശയ്ക്ക് ആ അവസരം കൂടെ ദൈവം നീക്കി കളഞ്ഞു. ആ മോശയും മിസ്രൈമിനെ മരിച്ചെങ്കിൽ പിന്നെ ഇന്ന് മോശ മിസ്രൈമിന്റെ ഏതെങ്കിലും പിരമിഡുകളിൽ അവിടെ ഇരുന്ന് അവൻ ദ്രവിച്ച് അവിടെ ഇരുന്നേനെ. പക്ഷേ മോശയുടെ ശരീരത്തെ അതിന് പോലും ദൈവം വിട്ടുകൊടുത്തില്ല. അത് തന്നെയാണ് ഒരു ദൈവഭക്തനെ കുറിച്ച് ദൈവം ഉപയോഗിക്കുന്നത്. നാം ദൈവകരങ്ങളിൽ വിശ്വസ്തരായി നിന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെല്ലാം വെളിപ്പെടുത്തി അത് നമ്മളിൽ നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ ശരീരം അടക്കിയതിനുള്ള ബന്ധത്തിൽ യൂദയുടെ പുസ്തകം നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തം ചെയ്യും. ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന 115 സംഗീതം യഹോവയുടെ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അത് മോശയുടെ മരണം എന്ന് പറയുന്നത് ദൈവത്തിന് വിലയേറിയതായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ മരണത്താൽ മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി മാറണം. നിങ്ങളുടെ മരണം എന്നൊക്കെ പറയുന്നത് അത് ദൈവ നിശ്ചയമായിരിക്കണം, ദൈവഹിതമായിരിക്കണം. അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയരുത്. നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുവാനും നിങ്ങളുടെ ജീവനെ നശിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതനെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും സ്വയം മരിച്ച് സ്വയം ആത്മഹത്യ നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ ജീവനെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അങ്ങനെ നിങ്ങൾ സ്വയമായി നിങ്ങൾ ജീവനെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ യാതന സ്ഥലത്ത് ചെന്ന് അത് വേദനയോടെ അലമുറയിടും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവഹിതപ്രകാരം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യമായ സ്വർഗത്തിൽ സ്വർഗീയ പർദീസയിൽ എത്തിച്ചേരും. അവർ നിത്യതയിൽ സന്തോഷിക്കും. അതുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഹല്ലേലൂയ. മോശയുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ എങ്ങനെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോവുകയല്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ദൈവ വിളിയെക്കുറിച്ചും ദൈവ നിയോഗത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയും സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. വിവരദോഷികൾ, വിവരമില്ലാത്തോട് വിളിച്ചു പറയുന്നതാണ്. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ ഇല്ല. സ്വർഗവും നരകവും രണ്ടും രണ്ടാണ്. വിശുദ്ധന്മാരുടെ മരണാനന്തരം അവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗം. ഹല്ലേലൂയ. പാപികളുടെ മരണാനന്തരം അവർക്ക് ലഭിക്കുന്നതാണ് നരകം. ഇത് രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ, നിത്യമായ സ്വർഗത്തിൽ, ആ സ്വർഗീയ കനാനിൽ നമുക്ക് ചെന്ന് ചേരണമെങ്കിൽ അവിടെ വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. അവിടെ ഹാബേൽ അടക്കമുള്ള എല്ലാ വിശുദ്ധന്മാരോടുണ്ട്. അബ്രഹാം അടങ്ങി മോശയടക്കമുള്ള എല്ലാവരോടുണ്ട്. അവിടെ ഞാനും നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ഉറപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം നിങ്ങൾ പാഴാക്കി കളയാതെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കണം.
പ്രൈസ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മോശയുടെ മരണം താൻ സ്വയമായി രേഖപ്പെടുത്തുന്നതായിട്ട് ആവർത്തന പുസ്തകം 34:5-6 വാക്യങ്ങൾ കാണാം. മോശയുടെ മരണം മോശ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഒരു ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പലരെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. മോശയ്ക്ക് എങ്ങനെ തന്റെ മരണം രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞു? മോശ ജനിക്കുന്നതിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് ഹല്ലേലൂയ അവനത് രേഖപ്പെടുത്തിയത്. മോശ ജനിക്കുന്നതിന് മുമ്പ് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവനായി ദൈവം മോശയുടെ മരണത്തെക്കുറിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് മോശ തന്റെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്റെ മരണവിവരങ്ങളും ദൈവം നേരത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് വിചാരിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. മോശയ്ക്കെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം ആവർത്തനം 34:12 വായിക്കുമ്പോൾ മോശയെപ്പോലെ പ്രവാചകൻ മിസ്രൈമിൽ പിന്നെ ഉണ്ടായിട്ടില്ല, ആർക്കും എഴുതുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആമീൻ മോശയിലൂടെ ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രൈസിലേത മോശയെപ്പോലെ ദൈവം ഉപയോഗിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ ശക്തമായ ദൈവകരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കപ്പെടണം. മോശ എന്ന വാക്കിന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവരെന്ന അർത്ഥം. മോശ എന്ന വാക്കിന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നർത്ഥം. എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മോശ എന്ന മനുഷ്യനെ ഞാങ്ങണപ്പെട്ടകത്തിൽ വെച്ച് മോശയുടെ ചെറുപ്രായത്തിൽ തന്നെ അവനെ നൈനദിൽ ഒഴുക്കിയെങ്കിൽ ഫറവോന്റെ പുത്രി അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് മോശ എന്ന് പേരിട്ട്, മോശ എന്ന പേരിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ. അതുകൊണ്ട് പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വയ്ക്കുമ്പോൾ മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് നാം പലരും തീയിൽ നിന്ന് വലിച്ചെടുക്കാം. പുതിയ നിയമത്തിൽ ദൈവം അനവധി മോശമാരെ വെച്ചിരിക്കുന്നത് ചിലരെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വേദ പുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തി യൂദയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ യൂദയുടെ പുസ്തകം 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. അത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. മോശയെ നൈൽ നദിയിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ തന്നെ മോശ മുഖാന്തരം മിസ്രൈമിൽ അടിമകളായിരുന്ന ജനത്തെ മിസ്രൈമിൽ വിടുവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ശിഷ്യന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ചിലരെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയാ. ഈ ലോകം മുഴുവൻ പാപത്തിലും പാപസുഖത്തിലും പാപജലത്തിലും വീണ് മനുഷ്യൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരെയും തീയിൽ നിന്ന് വലിച്ചെടുത്ത് ആത്മരക്ഷ നൽകി ആത്മാവിന്റെ ശുശ്രൂഷ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് നിത്യജീവനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ശുശ്രൂഷകന്മാരാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ഇവിടെ ശക്തിയോടെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ നിന്നെ ദൈവം നാളിൽ ശക്തമായി ഉപയോഗിച്ച് മിസ്രൈമിലായിരുന്ന ജനത്തെ അടിമത്തുനിന്ന് വിടിപ്പിച്ചു കൊണ്ടുവന്ന മോശയെ പോലെ ഈ കാലഘട്ടത്തിൽ പാപത്തിൽ വീടുകിടക്കുന്ന, ശാപത്തിൽ വീടുകിടക്കുന്ന അനവധി ആളുകളെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. നിന്റെ മേൽ ശക്തമായ അഭിഷേകത്തെയാണ് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ മേൽ ശക്തമായ നിയോഗമാണുള്ളത്. ശക്തമായ ദൈവവിളി നിന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യം വിധേയപ്പെട്ട് കൊടുക്കുന്നെങ്കിൽ നിന്റെ ശുശ്രൂഷയിൽ ദൈവം പ്രവർത്തിക്കും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വിജയം കാണുവാൻ കഴിയും. നിന്റെ ശുശ്രൂഷ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതും അനുഗ്രഹമാക്കുന്നതും എല്ലാം ദൈവമാണ്. നിന്നെ കുറിച്ചും നിന്റെ ജീവിതത്തെക്കുറിച്ചും നിന്റെ മരണത്തെക്കുറിച്ചും നിന്റെ മരണാനന്തര ശുശ്രൂഷയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിനക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യവാസ സ്ഥലമായിരിക്കുന്ന ആ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചെല്ലാം ദൈവം നിനക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരും. നീ വിശുദ്ധനായി ജീവിക്കുന്നെങ്കിൽ, മോശയെ പോലെ സൗമ്യനായി ജീവിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് പകരം ദൈവശബ്ദം കേൾക്കുമ്പോൾ ആഗ്രഹം നിനക്കുണ്ടായിരിക്കട്ടെ. മോശയെ പോലെ ദൈവശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ശക്തമായിട്ട് ഇടപെടുന്നത്. ഈ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടണം. പ്രൈസലോ. ലോകമല്ല നിന്നെ ഉപയോഗിക്കേണ്ടത്. ലോകക്കാരല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ഇവിടുത്തെ മതങ്ങളല്ല, ഇവിടുത്തെ സംഘടനകളല്ല, തീവ്രവാദികളല്ല, ഭീകരവാദികൾ, വർഗീയവാദികളല്ല നിന്നെ ഉപയോഗിക്കേണ്ടത്. നിന്നെ ഉപയോഗിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകൾക്കും ദൈവം മാറ്റം തന്ന് ഹല്ലേലൂയ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള അഭിഷേകം ദൈവം നിന്നെ തന്ന് നിന്റെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ദൈവം നിറച്ചിട്ട് ഒരു അഗ്നിയുടെ അഭിഷേകം ദൈവം നിനക്ക് തന്നിട്ട് പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ, ദുഃഖത്തിന്റെ നടുവിലൂടെ, മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന, കൂരിരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ അതിന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി എടുക്കുവാൻ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യാം. ഇന്ന് പകൽ നിന്നെ ഉദ്ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിനക്കൊന്ന് പറയാൻ കഴിയുമോ? കർത്താവ് മോശ ഉപയോഗിച്ചതുപോലെ എന്നെ ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച ദൈവത്തിന്റെ വചനം എന്താണ്? ഹല്ലേലൂയ. അങ്ങനെ യഹോവയുടെ ദാസനായിരിക്കുന്ന മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. എന്താ യഹോവയുടെ ദാസനായിരിക്കുന്ന മോശ? നീ യഹോവയുടെ ദാസനായി, ദാസിയായി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഒരു നല്ല സൗമ്യതയുടെ, ശാന്തതയുടെ അനുഭവം, താഴ്മയുടെ അനുഭവം നിനക്കുണ്ടായിരിക്കട്ടെ. യേശു പറഞ്ഞ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടാകണം. രക്തം ചെയ്യും. അഹങ്കാരവും ഹുങ്കാരവും നികള മനോഭാവങ്ങളും അവ്യാജ ഭാവവും ഒക്കെ മാറ്റിവെച്ചിട്ട് മോശയെ പോലും ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിനക്കും നിത്യതയിൽ ചെന്ന് ചേരാൻ കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമുക്ക് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവോട് പറയാം, യേശുവേ, അങ്ങനെ ഒരു ശിഷ്യനായ എന്നെ ഇത് ഉപയോഗിക്കണമേ. അങ്ങ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചതുപോലെ, കർത്താവേ, വർഷങ്ങൾക്ക് മുമ്പ് മോശ ഉപയോഗിച്ചതുപോലെ, വിശുദ്ധന്മാർ ഉപയോഗിച്ചതുപോലെ എന്നെ ഞങ്ങളുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ മരണ കോവിക്ക് വിലയേറി നിങ്ങൾ ചിന്തിച്ച് കർത്താവേ, ഞങ്ങളുടെ മരണം അങ്ങേക്ക് വിലയേറുക. ഈ ഭൂമിയിൽ ഞങ്ങളുടെ മരണമാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവിന്റെ പ്രയോജനപ്പെടാൻ, അല്ലെ കർത്താവിന്റെ വരവാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ വിശുദ്ധിയോടെ കാത്തുനിന്ന് കർത്താവിനെ എതിരേൽപ്പാൻ ഇന്ന് പകൽ ഞങ്ങളെ ഒരുക്കണമേ, അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസ്ഥനെ ലഭിച്ചു കൊടുക്കുക. പാപ സ്വഭാവ ചിന്തകളെല്ലാം വിട്ടിട്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളും ആശകളും ഇച്ഛകളും ചാനിവൃത്തികളും വിട്ട് ഇവിടുത്തെ ദിവ്യാഗ്രഹ ചിന്തകളെ വിട്ടിട്ട് കർത്താവിന് വേണ്ടി പൂർണ്ണമായി ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എങ്കിൽ നിന്നെ ഇത് പകൽക്കാലം ദൈവം ശക്തമായി ഉപയോഗിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. മോശയെ പോലെ സൗമ്യനായി, വിശ്വസ്തനായി, കർത്താവിന്റെ മഹത്വമേറി വേല ചെയ്ത് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറുതാൻ ചിന്തിച്ചതുപോലെ മോശയുടെ ശുശ്രൂഷയും മരണവും തന്റെ സംസ്കാരവും യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം നടന്നതുപോലെ ദൈവമക്കളെ, ദൈവദാസന്മാരെ, വിശുദ്ധന്മാരെ ഉപയോഗിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യുവനത്തിലും, വാർദ്ധക്യത്തിൽ, ആനുഭവത്തിൽ, അസന്ന യാചകർ, ഓർഫനേജ് ഷോൾട്ടർ, തടവറയിലായിരിക്കുന്നവർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലൊക്കെ ഭരിക്കുന്നവർക്ക്, ജനത്തിനായി എല്ലാ കർത്താവി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BS, CRPF, കർത്താവ് ജുഡീഷ്യറിക്കായി, നിയമനിർമ്മാണ രംഗത്ത് ക്രമസമാധാന പാലകരെ, രഹസ്യ പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യറിയെ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നു പിടിക്കുന്ന സമുദ്രത്തിലെ ആഴങ്ങളിൽ, കനികളിൽ, കമ്പനികളിൽ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലുത് ചെറുതുമായി വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, സഹകരണ മേഖല, പൊതുമേഖലയും, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, അല്ലെങ്കിൽ ബാങ്കിങ് മേഖല, കർത്താവി, കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, ഹല്ലേലൂയ, യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവികളുടെ കരങ്ങളിൽ ജനത്തെ ഭരണവിദേശ പാർട്ടികളെ മത സാമൂഹിക സംസ്കാര സംഘടന ജനത മാധ്യമ മീഡിയങ്ങൾ മദ്യത്തെ മയക്കും മനസ്സ് ലഹരിപ്പ് അടിമപ്പെട്ട് കിടക്കുന്നു, തീവ്രവാദത്തിന് ഭീകരവർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്നു, എല്ലാം മടങ്ങി വന്ന് മാനസാന്തരപ്പെടാനായി ദൈവരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് സകല അശുദ്ധിയുടെയും സകല അശ്ലീലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരെല്ലാം പിടിക്കും. തലമുറകളെ വെട്ടിപ്പിക്കണമേ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യദൈവങ്ങളും മനുഷ്യകുരുതികളും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ, സാത്താന്റെ ആരാധന പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ജനം പിശാചിന് അടിമപ്പെട്ടു പോകാതെ മോശയെ പോലെ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത് കർത്താവിന് വേണ്ടി നിലകൊന്ന നിത്യത്തിൽ എത്തിച്ചേരുവാൻ ഈ ജനത്തെ ഒരുക്കണ്ണായി പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, കർത്താവ് വിചാരണ സ്ഥിരം താമസമാക്കിയിരിക്കുന്നവർ, മണരാരണ്യത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ നാട്ടിലേക്ക് കടന്നു വിസ നഷ്ടപ്പെട്ട് വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യം കഷ്ടം അനുഭവിച്ച സൗകര്യമാണ്, വിവിധ രോഗത്തിൽ കടന്നു പോകുന്നവർ, ഭാരത്തിൽ ശാപത്തിൽ പാപത്തിൽ ബന്ധത്തിൽ കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിന് പോകുന്ന 5 ജില്ലകൾ 3 കൂടി ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രപ്രദേശങ്ങൾ 140 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവരെയും ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങളെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കൂടുതൽ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമേ. വെള്ളത്തിന്റെ സോഴ്സില്ല, നെറ്റ്വർക്കുകളില്ലാതെ, വൈദ്യുതി സൗകര്യങ്ങളില്ലാതെ, വാഹന സൗകര്യം, മോട്ടോർ സൗകര്യം, ഹോസ്പിറ്റൽ സൗകര്യം, വിദ്യാഭ്യാസശാലകളില്ലാതെ ലോകരാജ്യ വിഭാഗങ്ങളിൽ ജനം കഷ്ടം സഹിക്കുമ്പോൾ മദ്യത്തിനും മയക്കിലും മനസ്സിലേക്ക് പദാർത്ഥങ്ങളും കർത്താവ്യം പട്ടിണിയിലും ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന അനേക ഗ്രാമങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ എല്ലാം ദൈവം സന്ദർശിക്കണമേ, മനസ്സാന്തരം കൊടുക്കണമേ. ഒരു മടങ്ങി വരും ദൈവം കൊടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശയെ പോലെ വിശ്വസ്തയോടെ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ജനങ്ങളെ ഏൽപ്പിക്കണം. യേശു അപ്പസ്തലന്മാരെ ശക്തമായി ഉപയോഗിച്ചതുപോലെ, ആദിമസഭ ഉപയോഗിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ശക്തമായി ഉപയോഗിക്കണമേ. ഭാവികൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ, ചിലരെ തീർന്ന് വലിച്ചെടുക്കുവാൻ മോശയെ പോലെ ജനത്തെ ഉപയോഗിക്കണനായി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.